സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് പരീക്ഷിക്കാവുന്നത്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പരീക്ഷിക്കാം. അതിന് മുമ്പ് ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അടിവളം ഇട്ടു, അത്യാവശ്യം ഫാക്ടംഫോസ് ഇട്ടു, മറ്റു ന്യൂട്രിയൻസ് ഡ്രിപ്പ് വഴി കൊടുക്കണു, ഇത് കഴിഞ്ഞാൽ ഒരു തൈ എത്ര കാലം നിൽക്കും? 2 മുതൽ 3 കൊല്ലം വരെ നിൽക്കേണ്ടതാണ് ഇത്. അപ്പോൾ ഇയാൾ ഇനിയിപ്പോൾ 2 കൊല്ലം കൂടി ധൈര്യമായിട്ട് വിശ്വസിക്കാം. 1.5 കൊല്ലം എന്തായാലും ഏതാണ്ട് 1 കൊല്ലം ആയല്ലോ, 10 മാസം ആയില്ലേ, ഇനി ഒരു 1.5 കൊല്ലവും കൂടി നിൽക്കണം. രാവിലെ എത്ര മണിക്ക് ഇവിടെ വരും? ഞാനൊരു 6:30 മണിക്ക്, 6-നും 6:30 ഇടയ്ക്ക് വരും. 1 മണിക്കൂർ എന്തായാലും ഞാനിവിടെ കാണും. അത്യാവശ്യം ചുവട്ടിലെ പുല്ല്, ചുവട്ടിലൊരു പുല്ല് വരും. ഓരോ ആഴ്ചക്കൊരിക്കലും അത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് വലിയ മൾച്ചിങ് ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടല്ലേ, ഞാൻ നേരത്തെ ചോദിച്ചില്ല. മൾച്ചിങ് ഇടുന്നതുകൊണ്ട് ഈ ബണ്ടിൽ വലിയ പുല്ലുണ്ടാവില്ല, പക്ഷേ ചുവട്ടിൽ നമുക്ക് അത്യാവശ്യം ചില പ്രയോഗങ്ങൾ നടന്നിട്ടുള്ളൂ. അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, മച്ചിങ് കട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പുല്ല് വരും. അത് ഞാൻ എടുത്ത് കളയും. ഇലയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. തീരെ പഴുത്ത തണ്ടുകളെല്ലാം മുറിച്ച് കളയും. പിന്നെ എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞല്ലോ ടീച്ചറാണ്, അവർ ഒരു 2 പ്രാവശ്യമെങ്കിലും വീടിനടുത്താണ്, അതുകൊണ്ട് 2 പ്രാവശ്യമെങ്കിലും ഇവിടെ വരും. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഒരു ശ്രദ്ധ അവർക്ക് ഈ കാര്യത്തിലുണ്ട്, താല്പര്യമുണ്ട്. അത് ഒരു വലിയ അനുഭവമാണ് എനിക്ക്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ വീട്ടുകാരെങ്കിലും ഇതിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംതൃപ്തിയുണ്ട്. പിള്ളേർ വരുന്നില്ല, എത്ര പരിശ്രമിച്ചിട്ടും. ഒരു കുടുംബം ഉണ്ട്, അവർക്ക് വേണമെങ്കിലൊക്കെ വരാമെന്ന് ഞാൻ പറയട്ടെ. ആർക്കാ സമയം? നമുക്ക് ഏതെങ്കിലും ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് നോക്കി, ഇതിനൊരു വലിയ സന്തോഷമല്ലേ, നമ്മളെന്തെങ്കിലും ഇതിന് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി വളരെ വലുതല്ലേ. പക്ഷെ അതിലേക്ക് അവർ എത്തുന്നില്ല. കൃഷി എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയല്ലേ കൃഷി എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് നല്ല വായു കിട്ടണമെങ്കിൽ ഒരു പൂന്തോട്ടം വേണം, നല്ല മണം, കുറച്ച് പച്ചപ്പ്. ഇപ്പോൾ പൂന്തോട്ടം ഒരു കൃഷിയാണ് അല്ലേ, ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയാണ്. അതിന് പോലും താല്പര്യം കാണിക്കാത്ത നമ്മുടെ സമൂഹം ഇന്നുകൊണ്ട് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് വിളവെടുപ്പിന് ശേഷം ഒരു 2-3-4 ടൺ പപ്പയ എൻ്റെ മരത്തിൽ നിന്നും ആൾ ഭക്ഷിച്ചിട്ടുണ്ട്. എന്ത് സന്തോഷമാണ് എനിക്ക്. ഇവിടുന്ന് പോകുന്ന എൻ്റെ ലാഭത്തേക്കാളുപരി ഞാൻ ഉണ്ടാക്കിയ ഒരു നല്ല ഉൽപ്പന്നം, നല്ല സാധനം, വലിയ ഒരു കേടുമില്ലാത്തത്, ഒരു 10,000-4,000 കിലോ എൻ്റെ അടുത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഭക്ഷിച്ചിരിക്കുകയല്ലേ. അതിൽ നമുക്ക് കിട്ടുന്ന ആനന്ദം ചെറുതാണ്. സർക്കാരിൻ്റെ സഹായങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയത്? എനിക്ക് ഈ കൃഷിഭവൻ കൃഷിക്കാരനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. അവരെന്നും പോകേണ്ട ഒരു ഓഫീസാണെന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഉള്ള കൃഷി ഓഫീസറായാലും അസിസ്റ്റൻ്റ് ആയാലും അവർക്ക് ഇതിനുള്ള ശേഷിയുണ്ട്, പക്ഷേ അവർക്ക് ഇതിനുള്ള സമയമില്ല. അവർക്ക് കൃഷിക്കാരൻ്റെ അടുത്തെത്തി അല്ലെങ്കിൽ അവൻ്റെ ഫാമിലെത്തി കാര്യങ്ങളൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനുമുള്ള സമയമില്ല. ആ സമയം അവർക്ക് വിഭജിച്ച് നൽകേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ക്ലറിക്കൽ ജോബാണ്. ഞാൻ മിനിസ്റ്റർ വന്നപ്പോഴും മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞു. പക്ഷേ എൻ്റെ കൃഷി ഓഫീസർ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇവിടെ വന്ന് എന്നെ യഥാർത്ഥത്തിൽ ഞാൻ ഈ കൃഷിയിലേക്ക് വരാനുള്ള ബേസിക് റീസൺ കൃഷി ഓഫീസറാണ്. അവരുടെ ഒരു മോട്ടിവേഷനുണ്ട്. അവരെനിക്ക് എല്ലാ കാര്യങ്ങളിലും സബ്സിഡി വാങ്ങി തരാമെന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഒന്നും കിട്ടിയില്ല, പക്ഷേ അവരെൻ്റെ ഫയൽ മൂവ് ചെയ്യുന്നുള്ള സത്യമാണ്. എനിക്ക് മച്ചിങ്, അതുപോലെ തന്നെ ട്രിപ്പ്, നടീൽ വസ്തുക്കൾ, അതിൻ്റെ എല്ലാം 50% മിനിമം സബ്സിഡി കിട്ടുകയാണ്. എന്നാൽ പോലും ഒരു 10,000 രൂപ എനിക്ക് ഒരു സബ്സിഡി വരണം. അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ ഫണ്ട് കിട്ടില്ല സാർ, ഇത്തവണ ഉറപ്പായിട്ട് കിട്ടും, ഞാൻ ആ ഫയൽ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കും. എനിക്ക് അതിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഇത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിന് വേണം. എനിക്കൊരു 2,90,000 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ദരിദ്ര കർഷകന് പറ്റത്തില്ല. കടം വാങ്ങി കൃഷി ചെയ്താൽ എന്താവും എന്നുള്ളൊരു ഭയപ്പാടുണ്ടാവും. അപ്പം ഞാനത് ആദ്യമേ തന്നെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് എന്തായാലും ഒരു പരീക്ഷണം തന്നെ നമുക്ക് നടത്താമെന്ന് എഴുതി ചെയ്തുകൊണ്ടാണ് ഈ സംഗതി ഉണ്ടായിട്ടുള്ളത്, ഈ ഗുണം ഉണ്ടായിട്ടുള്ളത്. കുട്ടിക്കാലം തൊട്ട് കഴിക്കണം എന്നാ പപ്പായ, എന്തൊക്കെയാ എൻ്റെ ഗുണമായിട്ട് ടീച്ചർ കണ്ടിട്ടുള്ളത്? ഇപ്പൊ പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്. ഒന്നും നമ്മൾ അങ്ങനെയൊന്നും പറയത്തില്ല. അസുഖങ്ങൾ പ്രതിരോധ ശക്തി കൂട്ടും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കറി വെക്കും, അത് വെച്ചിട്ട് തോരൻ വെക്കും, കിച്ചടി വെക്കും, വിളഞ്ഞതാണെങ്കിൽ എരിശ്ശേരി വെക്കും. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പറമ്പിൽ പപ്പായ കാണും. ഒരു കറി അതാണ്. അപ്പോൾ എന്നും അപ്പം അമ്മാവൻ പറയും, ഇനി ആ പപ്പ വെട്ടിക്കളയും കേട്ടോ എന്നൊക്കെ
നിങ്ങൾക്ക് എന്നും ഇതേ ഉള്ളതെന്ന് ചോദിക്കും. നമ്മൾ വിചാരിക്കും വിഷമില്ല, നമ്മുടെ ഉള്ളതല്ലേ, അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെയാണ് ഞങ്ങള് കുട്ടികൾക്ക് നല്ലതായിരുന്നു കൊടുക്കുന്നത് അല്ലേ? വയറിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും പച്ചപ്പപ്പായ കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. പച്ചപ്പപ്പായ ഞങ്ങൾ എല്ലാ കറി എല്ലാ ദിവസവും ഒരു കറി മാറ്റി മാറ്റി ചെയ്യും. ടീച്ചർ, അപ്പൊ ഈ പപ്പായ അല്ലാണ്ട് സാധാരണ കർഷകര് മറ്റു പല കാര്യങ്ങളും കൂടി ഒക്കെ നോക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? 200 വാഴക്കന്ന് കൃഷിഭവനിൽ നിന്ന് തന്നു. ഞങ്ങള് വേറൊരു വിളയില വെച്ചിട്ടുണ്ട്. അത് ആദ്യം നല്ല വെയിലായിരുന്നു. അപ്പൊ നമ്മള് ഒരുപാട് പ്രയാസപ്പെട്ടു, വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയെടുത്തു. അത് ഇതുപോലെ ഉള്ള സ്ഥലമല്ല, കുറച്ചുകൂടെ വെള്ളം കിട്ടാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഓസൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് തന്നെ പൈപ്പ് എടുത്തു. പിന്നെ വാഴ ഉണ്ട്. വാഴയുടെ പിന്നെ കുറച്ച് വെള്ളരി വിത്ത് ഇപ്പൊ തന്നു. ഓണത്തിന് വെള്ളരി ഭാഗത്തൊക്കെ 50 ദിവസം വേണം, പെട്ടെന്ന് നടണം എന്ന് പറഞ്ഞു. അത് ഇപ്പം വിത്തിട്ടു വെള്ളരി വാഴയുടെ ഇടയിൽ തന്നെ. ഓണം മാർക്കറ്റിനും കൂടി പച്ചക്കറി ഉണ്ടാവും.